vector A dot vector B divided by mod vector B എന്നാണ്. അത് B on A ആണെങ്കിൽ A dot B അങ്ങനെ തന്നെ വരും, ഇവിടെ A ആയിരിക്കും മാത്രം. നമുക്ക് A dot B കാണാം. Vector A dot vector B equals 1 into 7 minus 7 into negative 1 plus 3 into 8 എന്ന് വരും. Equal 7 minus 7 plus അല്ലേ? അല്ല. 7 into negative 1 ആണല്ലോ. Minus 7 plus 24 എന്ന് വരും. 7 വെട്ടിപ്പോയി. Equals 24 എന്ന് കിട്ടും. Vector A dot vector B 24 ആണ്. ഇനി മോഡ് വെക്ടർ B കാണണം. സിമ്പിൾ. Root of 49 plus 1 plus 64. അല്ലേ? അപ്പം എന്ത് കിട്ടും? 50 റൂട്ട് 114 ആണോ അത്? 114. അപ്പോ പി എന്താ? 24 by റൂട്ട് 114 യൂണിറ്റ്സ് എഴുതിക്കാം. ഒരു ലെങ്ത് അല്ലേ, അത് പ്രൊജക്ഷൻ ഒരു ലെങ്ത് ആണ്. Of vector A equals, find the projection of vector A equals 2y plus 3j plus 2k. Vector A equals 2y plus 3j plus 2k. Vector on vector B equals I plus 2j plus k. Appo 2y plus 2i plus 3j plus 2k ഒരെണ്ണം. വെക്ടർ ബി എന്താ പറഞ്ഞത്? I plus 2j plus k. I plus 2j plus k. ഇതൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്. ഇങ്ങനത്തെയൊക്കെ ചോദിക്കൂട്ടോ. അപ്പോൾ എയും ബിയും കിട്ടി, നമുക്ക് പ്രൊജക്ഷൻ കാണണം. അത് A dot B by mod B ആണ്. കാരണം A on B ആണ്. B on A ആണെങ്കിൽ ഇവിടെ A വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ വെക്ടർ A dot vector B equals 2 into 1 plus 3 into 2 plus 2 into 1 എന്ന് വന്നു. 2 plus 6 plus 2 എന്ന് വന്നു. 10 ആണ് അല്ലേ? മോഡ് വെക്ടർ ബി എന്ന് പറഞ്ഞാലോ റൂട്ട് ഓഫ് 1 plus 4 plus 1 equals root 6. അപ്പോ പി എന്താ? 10 by root 6 യൂണിറ്റ്. വളരെ എളുപ്പം, ഒന്നുമില്ല അതില്. ഇത് A plus A minus B dot A plus B ആണ്. A minus B dot A plus B ആയാലും ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. A dot Bയും B dot Aയും സെയിം ആണ്. അപ്പോൾ x minus A dot x plus എന്ന് പറയുന്നതും x plus A dot x minus എന്ന് പറയുന്നത് സെയിം ആണ്. എന്താണ് A plus B dot A minus B? A squared minus B squared. അത് വെക്ടേഴ്സ് വരുമ്പോഴോ മോഡ് നമ്മൾ പ്രോപ്പർട്ടി എഴുതിയിട്ടുണ്ട്. മോഡ് വെക്ടർ എക്സ് സ്ക്വയർഡ് മൈനസ് മോഡ് വെക്ടർ എ സ്ക്വയർഡ് ആണ്. ഈക്വൽസ് 8 ആണെന്ന് അവർ പറഞ്ഞുള്ളത്. ഇതിൽ അവർ പറഞ്ഞു എ യൂണിറ്റ് വെക്ടർ ആണെന്ന്. അപ്പോൾ മോഡ് വെക്ടർ 1 ആയിരിക്കും അല്ലേ? അപ്പോൾ മോഡ് വെക്ടർ എക്സ് സ്ക്വയർഡ് മൈനസ് 1 ഈക്വൽസ് 8. അപ്പോൾ മോഡ് വെക്ടർ എക്സ് എന്തായിരിക്കും? 8 plus 1. അപ്പോൾ എക്സ് സ്ക്വയർഡ് കേട്ടോ ഈക്വൽസ് 9. അപ്പോൾ മോഡ് വെക്ടർ എക്സ് എന്തായിരിക്കും? 3. -3 വരില്ല കേട്ടോ, കാരണം ഇത് മോഡാണത്. ലെങ്ത് A is a unit vector. Vector A is a unit vector, and x minus A dot x plus A equals 12. 8 മാറ്റി 12 ഒന്ന് മാത്രം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് മോഡ് എക്സ് സ്ക്വയർ മൈനസ് മോഡ് എ സ്ക്വയർ ആണ്. ഈക്വൽ 12. A യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ അവിടെ 1 കൊടുക്കാം. ഇത് 1 ആണ്. 12. അപ്പോ 12 plus 1 equals 13. എന്ത് കിട്ടും? 13. കഴിഞ്ഞു. അപ്പൊ ഒരു വലിയ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. ഒന്നുമില്ല, സിമ്പിളാണ്. ചെയ്ത് കഴിഞ്ഞത് എഴുതി കഴിഞ്ഞോ? അപ്പോ A plus B plus C ഓൾസോ നിങ്ങൾക്ക് അറിയാം. A square plus B square plus C square plus 2AB plus 2BC plus 2CA അങ്ങനെയാണ്. അത് വെക്ടർ ആകുമ്പോഴോ വെക്ടർ A plus വെക്ടർ B plus വെക്ടർ C ഓൾ സ്ക്വയർഡ് ഈക്വൽ മോഡ് വെക്ടർ A square plus മോഡ് വെക്ടർ B square plus മോഡ് വെക്ടർ C square plus
2 a dot b plus 2 b dot c plus 2 c dot a. ഇത് ഉപയോഗിച്ച് രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഒരെണ്ണം നമ്മൾ ഇവിടെ ചെയ്യും. എഴുതിക്കോ, വെക്ടർ എ കോമ ബി കോമ സി, വെക്ടർ എ കോമ ബി കോമ സി ഒക്കെ വെക്ടർ ആണ്, ആർ യൂണിറ്റ് വെക്ടേഴ്സ്. Vector a comma b comma c are unit vectors, and vector a plus vector b plus vector c equals 0. Vector a, b, c are unit vectors, and vector a plus vector b plus vector b c equals 0. Find the value of a dot b, vector a dot vector b plus b dot c, vector b dot vector c plus vector c dot vector a. അപ്പോൾ നമുക്ക് നോക്കാം. അവർ പറഞ്ഞാൽ എന്താ, ഇതുപോലത്തെ ഒരെണ്ണം നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് രണ്ട് അടുത്തത് ചെയ്യണം. എയും ബിയും സിയും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവുക, വെക്ടർ എ മോഡ് വെക്ടർ എ 1 ആയിരിക്കുന്നു, മോഡ് വെക്ടർ ബി 1 ആയിരിക്കുന്നു, മോഡ് വെക്ടർ സിയും 1 ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. കാരണം 3 വെക്ടേഴ്സും യൂണിറ്റ് വെക്ടേഴ്സ് ആണെങ്കിൽ അവയുടെ മാഗ്നിറ്റ്യൂഡ് 1 ഈച്ച് ആയിരിക്കും. ഇനി അവരെന്താ പറഞ്ഞുള്ളത്, വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഈക്വൽ 0 ആണെന്ന്. ചിലപ്പോൾ 0 വെക്ടർ എന്നൊക്കെ എഴുതും. 0 വെക്ടറും 0 ഒക്കെ സെയിം തന്നെയാണോ നോക്കണ്ട. ഇനി ഈ പ്രോബ്ലം ഇങ്ങനെ വരുന്നതിന് പകരം വേറെ ഒരു രീതിയിൽ ചോദിക്കാം. നോക്കൂ, ഞാൻ ഇവിടെ പറഞ്ഞുള്ളതാണ്, വെക്ടറിന്റെ സം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെ? ഒരാള് ഇവിടെ നിന്ന് നടന്നു, അയാൾ ഇപ്പൊ ഇത് ട്രയാങ്കിൾ എ ബി സി ആണെന്ന് കരുതുക. അപ്പൊ നമ്മൾ ഇതിന്റെ സൈഡുകളെ എയുടെ ഓപ്പോസിറ്റ് സൈഡിനെ സ്മോൾ എ എന്നും, ബിയുടെ ഓപ്പോസിറ്റിനെ സ്മോൾ ബി എന്നും, സിയുടെ ഓപ്പോസിറ്റിനെ സ്മോൾ സി എന്നും കൊടുക്കും. ഇതിൽ നിങ്ങൾ ദിശ കൊടുക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നോക്കൂ, ഞാൻ ഈ എയുടെ ദിശ ഇങ്ങോട്ട് കൊടുത്തു, ബിയുടെ ദിശ ഇങ്ങോട്ട് കൊടുത്തു, സിയുടെ ദിശ ഇങ്ങോട്ട് കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചോദ്യം, സിമ്പിൾ ചോദ്യം, വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്താണ്? ഞാൻ പറയും, വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്തെന്ന്? 0 ആണ്. 0 എന്താ കാരണം? ഞാൻ പറഞ്ഞു, വെക്ടർ സം എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടുന്ന് നടത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് നടന്ന് അയാൾ ഇവിടെ എത്തി, അയാൾ വീണ്ടും ഇവിടുന്ന് ഇവിടെ എത്തി, അയാൾ വീണ്ടും ഇവിടുന്ന് ഇവിടെ എത്തി. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി, അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താ? 0 അല്ലേ? അയാൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, അയാൾ തുടർന്ന് എത്തി. അപ്പോ നോക്കൂ, എ ബി സി, വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി, ഇവ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ടേക്കൺ ഇൻ ഓർഡറിൽ എടുത്തുള്ള ട്രയാങ്കിളിന്റെ സൈഡ് ആണെങ്കിൽ അതിന്റെ സമ്മ 0 ആയിരിക്കും. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ 0 എന്ന് പറയുന്നതിന് പകരം എ ബി സി ആർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലും അത് 0 ആണെന്ന് അർത്ഥം. മനസ്സിലായോ? പറഞ്ഞേ, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ 0 എന്ന് പറയുന്നതിന് പകരം എ ബി സി ആർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലും എ പ്ലസ് ബി പ്ലസ് സി 0 ആണെന്ന്. ക്ലിയർ ആണോ? എ ബി സി ആർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊള്ളണം. ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം. നോക്കൂ, നമുക്ക് കാണേണ്ടത് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് 0 ആണ്. നമുക്ക് കാര്യം ചെയ്യാം, സ്ക്വയറിങ് ബോത്ത് ദ സൈഡ്. അപ്പോ വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഓൾ സ്ക്വയർ ഈക്വൽ 0 സ്ക്വയർ. എ പ്ലസ് ബി പ്ലസ് സി ഓൾ സ്ക്വയർ എന്താ? ഞാൻ എഴുതിയതാണ്, മോഡ് വെക്ടർ എ സ്ക്വയർ പ്ലസ് മോഡ് വെക്ടർ ബി സ്ക്വയർ പ്ലസ് മോഡ് വെക്ടർ സി സ്ക്വയർ പ്ലസ് 2 vector a dot vector b plus 2 vector b dot vector c plus 2 vector c dot vector a equals 0. ഇതിൽ 1 squared plus അല്ലേ, 1 ആണത്, 1 squared plus 1 squared plus 2 into 2 പുറത്തേക്ക് എടുത്തു, അല്ല അതിലുണ്ട് 2 ഉണ്ട് vector a dot vector b plus vector b dot vector c plus vector c dot vector a equals 0. 1 plus 1 plus 1 3 ആണല്ലോ. 3 plus 2 times a dot b plus b dot c plus c dot a equals എന്താ? 0. നമുക്ക് ആവശ്യമുള്ള ഇതാണത് അല്ലേ? അതെന്താ? 3 എങ്ങനെ കൊണ്ടുപോവാ, പിന്നെ 2 കൊണ്ടുപോവാ. അപ്പൊ എന്ത് എഴുതുന്നതായിട്ട് പറഞ്ഞേ, a dot b plus b dot c plus c dot a equals -3. ആദ്യം 3 കൊണ്ട് -3 ആവും, പിന്നെ by 2. ഇത്രയുള്ള പരിപാടി. ഇപ്പൊ ചെയ്യാൻ നമ്മൾ ക്രോസ് ഉപയോഗിക്കുന്നതുകൊണ്ട്, എ ക്രോസ് ബി അങ്ങനെ പറയുന്നതുകൊണ്ട് അതിനെ ക്രോസ് പ്രൊഡക്റ്റ് വിളിക്കുന്നതാണ്. വെക്ടർ പ്രൊഡക്റ്റ് പറയാൻ കാരണം എന്താ അറിയോ? നിങ്ങൾ എ ക്രോസ് ബി കാണുമ്പോൾ അതിന്റെ ആൻസർ
വെക്ടർ എ മോഡ് വെക്ടർ ബി സൈൻ തീറ്റ. അതാണ് ഡിഫറൻസ്. അർത്ഥം എന്തായിരുന്നു? എ ബി കോസ് തീറ്റ ആയിരുന്നു. ഇപ്പൊ മോഡ് വെക്ടർ ബി സൈൻ തീറ്റ കഴിഞ്ഞില്ല. അതിന്റെ കൂടെ ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ട്. ഈ യൂണിറ്റ് വെക്ടർ ഈ ക്വാണ്ടിറ്റിയുടെ ദിശ കാണിക്കുന്ന ആളാണ്. ഇതിന് പ്രത്യേകത ഉണ്ട്. ഈ യൂണിറ്റ് വെക്ടർ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. അപ്പോ എഴുതൂ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ്. If vector A and vector B are two vectors, vector A and vector B are two vectors such that the angle between them is theta. The angle between them is theta. Angle between them is theta. അവയ്ക്ക് ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. ദെൻ ഇത് എഴുതാം. എ ക്രോസ് ബി ഈക്വൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ മോഡ് വെക്ടർ എ മോഡ് വെക്ടർ ബി സൈൻ തീറ്റ എൻ ക്യാപ്. മോഡ് വെക്ടർ എ മോഡ് വെക്ടർ ബി സൈൻ തീറ്റ എൻ ക്യാപ്. മോഡ് വെക്ടർ എ മോഡ് വെക്ടർ ബി സൈൻ തീറ്റ എൻ ക്യാപ്. ഇവിടെ നിങ്ങൾക്ക് മോഡ് വെക്ടർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, അതറിയാം. എയുടെ നീളമാണ്. ബി പറയേണ്ട കാര്യമല്ലോ, അത് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. സൈൻ തീറ്റ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. അതിന് എയും ബിയും ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കോ ഇനീഷ്യൽ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ആയിക്കോട്ടെ. ഇനി എൻ ക്യാപ് അതൊരു യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ദിശ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇയാളുടെ ദിശ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുക. ഇതിന്റെ ദിശ എന്താ അറിയോ? എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എ ക്രോസ് ബി കാണുമ്പോൾ അത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ എ ക്രോസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എൻ ക്യാപ്. അപ്പൊ എഴുതിക്കോ. റൈറ്റില് ഒരു വരട്ട് എഴുതാം. വേർ എൻ ക്യാപ് എ ക്രോസ് ബി ഈക്വൽസ് മോഡ് വെക്ടർ എ മോഡ് വെക്ടർ ബി സൈൻ തീറ്റ എൻ ക്യാപ് എന്ന് എഴുതാം. എന്നിട്ട് തീറ്റ നിങ്ങൾക്ക് അറിയാം. എൻ ക്യാപ് എക്സ്പ്ലെയിൻ ചെയ്യാം. വേർ എൻ ക്യാപ് ഈസ് എ യൂണിറ്റ് വെക്ടർ n cap is a unit vector perpendicular to both vector A and vector B. അതൊരു ടൂളാണ് കേട്ടോ, അത് നമ്മൾ ഉപയോഗിക്കും. Perpendicular to both vector A and vector B. വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാണ്. Perpendicular to both vector A and vector B. ഇത് നമുക്ക് വലിയ ഉപയോഗമൊന്നുമില്ല, എന്നാലും താഴെ ഒന്നുകൂടി എഴുതിക്കാം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മോഡ് എ ക്രോസ് ബി ഈക്വൽ മോഡ് വെക്ടർ എ, അതിന് വേറെ മോഡ് ഉണ്ടല്ലോ, മോഡ് വെക്ടർ ബി സൈൻ തീറ്റ. ആ എൻ ക്യാപിന്റെ മോഡ് കാണുമ്പോൾ 1 ആയി പോകും. ഒരു ബോക്സ് കേട്ടോ. മോഡ് ഓഫ് എ ക്രോസ് ബി ഈക്വൽസ് മോഡ് വെക്ടർ എ മോഡ് വെക്ടർ ബി സൈൻ തീറ്റ. എഴുതി കഴിഞ്ഞോ? ഇതും നമുക്ക് വലിയ ആവശ്യമില്ലാത്ത സംഗതികളാണ്. ഇനി നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. രണ്ട് വെക്ടേഴ്സ് തന്നാൽ എങ്ങനെ ക്രോസ് പ്രൊഡക്റ്റ് കാണാം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെക്ടർ എ ഈക്വൽ a1i ക്യാപ് പ്ലസ് a2j ക്യാപ് പ്ലസ് a3 k ക്യാപ്പും വെക്ടർ ബി ഈക്വൽ b1i ക്യാപ് പ്ലസ് b2j ക്യാപ് പ്ലസ് b3 k ക്യാപ്പും ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ vector A cross vector B equals determinant I, J, K first row, A1, A2, A3 second row. ഇത് A എന്ന വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. നമുക്ക് അറിയാതെ ഡയറക്ഷൻ റേഷ്യോസ് അല്ലെങ്കിൽ സ്കേലർ കോമ്പൗണ്ട്. ഐയുടെ കോഎഫിഷ്യന്റ്, ജെയുടെ കോഎഫിഷ്യന്റ്, എയുടെ കോഎഫിഷ്യന്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? B1, B2, B3 ആയിരിക്കും. ഈ ഡിറ്റർമിനന്റിനെ എക്സ്പാൻഡ് ചെയ്താൽ പണി കഴിഞ്ഞു. എഴുതിക്കോ. If vector A equals a1i plus a2j plus a3k and vector B equals b1i plus b2j plus b3k, then A cross B equals A cross B equals determinant I, J, K, A1, A2, A3, B1, B2, B3.
അപ്പോൾ നിങ്ങൾ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ഒക്കെ നല്ല തറവായി പഠിച്ചുള്ള ആൾക്കാരായതുകൊണ്ട് സിമ്പിൾ ആണത്. ഇത് ഞാൻ പറഞ്ഞു, നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒരു എ ക്രോസ് ബി കണ്ടുപിടിക്കാം. എവിടെ വേറെ എവിടെ? ഓക്കെ, അടുത്തത് ഫൈൻഡ് എ ക്രോസ് ബി. അപ്പൊ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പ്രോപ്പർട്ടി എഴുതി വെച്ച് പറഞ്ഞ് ഡെഫൈൻ ചെയ്യാം. ഫൈൻഡ് എ ക്രോസ് ബി. എ ക്രോസ് ബി ആണ് ഇഫ് വെക്ടർ എ ഈക്വൽ 2i plus 3j minus k and vector b equals i plus 2j plus 3k. അപ്പോ ഇത് എയും ബിയും ആണ്. നമുക്ക് എ ക്രോസ് ബി കാണണം. വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽസ് ഡിറ്റർമിനന്റ് i j k 2 3 -1 1 2 3 എന്ന് എഴുതണം. ഈക്വൽസ് i ഇൻറ്റു, നിങ്ങൾക്ക് നേരെ ചെയ്യാറിയാലത് വേറെ ആക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഐ എടുത്തു, ഈ റോ ഒഴിവാക്കി, ഈ കോളം ഒഴിവാക്കി, 3 times 3 9 മൈനസ് -1 to 2 അപ്പൊ +2 എന്നാവും. മൈനസ് ജെ ഇൻറ്റു ഈ റോ ഒഴിവാക്കി, ഈ കോളം ഒഴിവാക്കി, 2 times 3 6 മൈനസ് 1 -1 ആവും, +1 എന്നാവും. പ്ലസ് കെ ഇൻറ്റു ഈ റോ ഒഴിവാക്കി, ഈ കോളം ഒഴിവാക്കി, 4 - 3 ഇത്രേ ഉള്ളൂ. ഈക്വൽസ് 11i minus 7j plus k. ഇതാണ് എ ക്രോസ് ബി. ഈ വെക്ടറിന്റെ പ്രത്യേകത എന്താ അറിയോ? അറിയാൻ വേണ്ടി പറഞ്ഞു നോക്കൂ. നിങ്ങളിപ്പോ എ ക്രോസ് ബി കണ്ടുപിടിച്ചു. ഈ എ ക്രോസ് ബി എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണോ? അതാണ് അതിന്റെ പ്രത്യേകത. അത് നമ്മൾ ഇങ്ങനെയാണ് പറയാം. നിങ്ങളൊരു ഫ്ലെമിങ്സ് റൂൾ കേട്ടോ. അത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ, ഫിസിക്സ് ഒക്കെ പഠിക്കേണ്ടാവണം. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നാണ് പറയാം. എന്ന് പറഞ്ഞ 3 പ്ലെയിനിൽ നമ്മൾ വിരലിങ്ങനെ പിടിക്കും, നമുക്ക് മനസ്സിലാവണ്ടോ? ഇത് എ, ഇത് ബി ആണെന്ന് കരുതാം. ഇത് എയും ഇത് ബിയും. ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവണമെന്നൊന്നുമില്ല, ഏത് അങ്ങനെയൊക്കെ ഇരുന്നോട്ടെ. അപ്പോ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇതായിരിക്കും എ ക്രോസ് ബി. ഈ വെക്ടർ തമ്പ് എ ക്രോസ് ബിനെ പോയിന്റ് ചെയ്യും. അപ്പോ എ ക്രോസ് ബി എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്ന സംഗതി. അത് ഉപയോഗിച്ച് ദിശ കാണാം. എനിവേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ ക്രോസ് ബി എന്ന വെക്ടർ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നി, ഇത് ശരിയാണോ? ഇത് പറഞ്ഞത് ശരിയാണോ എന്ന് ചെക്ക് എന്ത് ചെയ്യണം? ഇത് എ ആണോ, ഇത് എ ക്രോസ് ബി ആണ്. അപ്പൊ പറഞ്ഞതെന്താ? എയും എ ക്രോസ് ബിയും ബിയും എ ക്രോസ് ബിയും പെർപെൻഡിക്കുലർ എന്നാണ് പറഞ്ഞത്. അത് എ ക്രോസ് ബി കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വെക്ടർ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ ഇതാണ്, ബി എ ക്രോസ് ബി ഇതാണ്. അപ്പൊ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് 0 ആയിരിക്കണം. നമുക്ക് നോക്കാം. എ ഡോട്ട് എ ക്രോസ് ബി ഈക്വൽ ഇതാണ് എ, ഇതാണ് എ ക്രോസ് ബി. 2 × 11 ശരിയല്ലേ? 2 × 11 പ്ലസ് 3 × -7 പ്ലസ് -1 × 1 ശരിയല്ലേ? ഇത് അല്ലേ? 2 × 11 അല്ലേ? അപ്പോ 22 - 21 - 1 ഈക്വൽ 0 അല്ലേ? അപ്പോ എയും എ ക്രോസ് ബിയും പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇത് നിങ്ങൾ ബി എടുത്ത് നോക്കിയാലും ബിയും എ ക്രോസ് ബിയും 0 ആയിരിക്കും, ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പൊ എന്താ മനസ്സിലായത്? എ ക്രോസ് ബി കണ്ടാൽ കിട്ടുന്ന വെക്ടർ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണെന്ന് മനസ്സിലായോ? അപ്പോ എ ഡോട്ട് എ ക്രോസ് ബിയും ബി ഡോട്ട് എ ക്രോസ് ബിയും 0 ആയിരിക്കണമല്ലോ. 0 ആയിരിക്കണം. അത് വേണമെങ്കിൽ എഴുതിച്ചോ. 0 ആയിരിക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പറയൂ.
ഓക്കെ, ഇനി ഇതിൽ നിന്ന് പ്രോപ്പർട്ടീസ് ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പ്രോപ്പർട്ടി ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കൂ, എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആയിരുന്നു. എന്നാൽ എ ക്രോസ് ബിയും ബി ക്രോസ് എയും സെയിം അല്ല. എ ക്രോസ് ബി നോട്ട് ഈക്വൽ ബി ക്രോസ് എ. കാരണം ഡയറക്ഷൻ ഉണ്ട്, ദിശ ഉണ്ട്, രണ്ട് ദിശയിലാണ്. ബട്ട് എ ക്രോസ് ബി ഈക്വൽ നെഗറ്റീവ് ബി ക്രോസ് എ. അപ്പോ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വെക്ടേഴ്സിനെ പരസ്പരം മാറ്റിയാൽ അതിന്റെ ചിഹ്നം മാറി. എ ക്രോസ് ബി ഈക്വൽ നെഗറ്റീവ് ബി ക്രോസ് എ ആണ്. രണ്ടാമത്തത്, എയും ബിയും പെർപെൻഡിക്കുലർ ആയാൽ എ ക്രോസ് ബി എ ഡോട്ട് ബി സീറോ അല്ലെ. എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി സീറോ. എ ക്രോസ് ബി സീറോ ആവണമെങ്കിൽ എയും ബിയും പാരലൽ ആയിരിക്കണം. അപ്പോ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ സീറോ ഇഫ് വെക്ടർ എ പാരലൽ ടു വെക്ടർ ബി. എയും ബിയും പാരലൽ ആണെങ്കിൽ എ ക്രോസ് ബി സീറോ ആയിരിക്കും. ഓക്കെ ആണോ? ശരി, അപ്പൊ അതായി. ഇനി ഓരോന്ന് ചെയ്തു നോക്കാം. മൂന്നാമത്തത് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞോളൂ, എ ഡോട്ട് ബി ആണ് നമുക്ക് ഇടുന്ന ആൻസർ. ശരിക്കും എന്താ? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി ആണ്. അപ്പോൾ ഒരു വെക്ടറിനെ വേറെ ഒരു വെക്ടർ വെച്ച് പ്രൊജക്ട് ചെയ്താൽ കിട്ടുന്ന ഒരു നിഴലിന്റെ നീളമാണ് ഈ എ ഡോട്ട് എന്ന് പറയുന്ന സംഗതി. പ്രൊജക്ഷൻ ആണത്. ഇനി എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ, അത് ശരിക്കും പറയാൻ ജിയോമെട്രിക്കൽ മീനിങ് എയും ബിയും അഡ്ജസന്റ് സൈഡായി വരുന്ന പാരലോഗ്രാമിന്റെ ഏരിയയാണ്. അപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞാല് എയും ബിയും അഡ്ജസന്റ് സൈഡായി വരുന്ന പാരലോഗ്രാമിന്റെ ഏരിയ ആണ്. ഓക്കെ ആണോ? ശരി, അപ്പൊ എ ക്രോസ് ബി ഈക്വൽ സീറോ ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി. ഇനി വെക്ടർ എ ക്രോസ് വെക്ടർ എ, നമ്മൾ എ ഡോട്ട് എനെയാണ് എ സ്ക്വയർഡ് എന്ന് പറയാം. എ ക്രോസ് എ സീറോ ആണ്. എ ക്രോസ് എ സീറോ. ഇനി നമുക്ക് നാലാമത്തേതായിട്ട് ട്രയാഡ്സ് എടുക്കാം. ട്രയാഡ് ഐ ജെ കെ നിങ്ങൾക്ക് അറിയുമോ? ഐ ഡോട്ട് ഐ വൺ ആണെങ്കിൽ ഐ ക്രോസ് ഐ സീറോ ആണ്. ജെ ഡോട്ട് ജെ വൺ ആണെങ്കിൽ ജെ ക്രോസ് ജെ സീറോ ആണ്. സെയിം വെക്ടേഴ്സ് ക്രോസ് ചെയ്താൽ സീറോ ആണ് കിട്ടുക. കെ ക്രോസ് എയും കെ ക്രോസ് കെയും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോ ഐ ഡോട്ട് ഐ ഈക്വൽ ജെ ഡോട്ട് ജെ ഈക്വൽ കെ ക്രോസ് കെ ഈക്വൽ സീറോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറഞ്ഞു. ഇപ്പോ ഫ്ലെമിങ്സ് റൂൾ ഞാൻ പറഞ്ഞതാണല്ലേ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇതായിരിക്കും എന്ത്? എ ക്രോസ് ബി. അപ്പോ നിങ്ങൾ ഐനെയും ഐ ക്രോസ് ജെ ഓർഡർ വേണം, അല്ലെങ്കിൽ മാറിപ്പോവും. ഐ ക്രോസ് ജെ, ഐ എക്സ് ആക്സിസ് ആണ്, ജെ വൈ ആക്സിസ് ആണ്. അപ്പോ ഐ ക്രോസ് ജെ എന്തായിരിക്കും? ആ ഐക്കും ജെക്കും പെർപെൻഡിക്കുലർ. അത് കെ അല്ലേ? അത് കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഐ ക്രോസ് ജെ ഈക്വൽ കെ ആയിരിക്കും. അതുപോലെ ജെ ക്രോസ് കെ ഈക്വൽ ഐ ആയിരിക്കും. അതുപോലെ കെ ക്രോസ് ഐ ഈക്വൽ ജെ ആയിരിക്കും. അത് ഓർഡർ പറഞ്ഞോ. ഐ ജെ കെ സൈക്ലിക്, ഐ ടു ജെ, ജെ ടു കെ, കെ ടു ഐ. അതാണ് മാറരുത്. ഐ ക്രോസ് ജെ കെ, ജെ ക്രോസ് കെ ഐ, ആൻഡ് കെ ക്രോസ് ഐ ജെ, അങ്ങനെ വരും. ഇനി അഞ്ചാമത്തെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താ അറിയോ? അവര് നിങ്ങൾക്ക് തന്നിട്ടെ എയും ബിയും തന്നിട്ട് ചോദിക്കും, എക്കും ബിക്കും പാരലൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ചോദിക്കാം. അത് നമുക്കറിയാം എന്താ? എക്കും ബിക്കും അല്ല, എ പ്ലസ് ബിക്ക് പാരലൽ ആയിട്ടുള്ളത്, എക്ക് പാരലൽ ആയിട്ടുള്ളത് ഒക്കെ ചോദിക്കും. ഇത് ഇവിടെ എയും ബിയും തന്നിരിക്കുകയാണ്. എന്നിട്ട് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ചോദിക്കും. അതാണ് ഇതിന്റെ മെയിൻ ചോദ്യം. അത് നമ്മൾ എങ്ങനെ എഴുതും? എൻ ക്യാപ് ഈക്വൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ബൈ മോഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം പ്രതീക്ഷിച്ചോ. എയും ബിയും തരും, എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. പാരലൽ അല്ല, എക്കും ബിക്കും പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടറിനെ കാണുക എ ക്രോസ് ബി ബൈ മോഡ് ഓഫ് എ ക്രോസ് ബി. ശരി, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ആറാമത്തെ, ഏരിയ ഓഫ് പാരലലോഗ്രാം എ ഈക്വൽ മോഡ് ഓഫ് എ ക്രോസ് ബി. ഈ എ ക്രോസ് ബി കണ്ടിട്ട് അതിന്റെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് സാധനമല്ലേ, അത് കണ്ടാൽ എന്താ? എയും ബിയും അഡ്ജസന്റ് സൈഡായി വരുന്ന പാരലോഗ്രാമിന്റെ ഏരിയ ആണത്. ഇനി ഏഴാമത്തെ പ്രോപ്പർട്ടി, 7 പ്രോപ്പർട്ടി ആണല്ലോ. എയും ബിയും
ഏതെങ്കിലും രണ്ട് സൈഡായി വരുന്ന ട്രയാങ്കിളുടെ ഏരിയ എന്താ അറിയോ? നോക്കൂ, ഇത് വെക്ടർ എ ആണെന്ന് എഴുതിക്കോ, ഇത് വെക്ടർ ബിയും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ ബി ഇങ്ങോട്ട് വരച്ച് എ ഇങ്ങോട്ട് വരച്ച് പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഇതിന്റെ ഏരിയ എന്താ? മോഡ് ഓഫ് എ ക്രോസ് ബി എന്ന് ഇതിന്റെ ഏരിയ. ഇനി എയും ബിയും സൈഡ് എന്ന ട്രയാങ്കിൾ ഇതല്ലേ അല്ലേ? അപ്പോ ഇതിന് മൊത്തം പകുതി ആയിരിക്കില്ലേ ഇത്? അപ്പോ പാരലോഗ്രാമിന്റെ ഏരിയ മോഡ് എ ക്രോസ് ബി ആണെങ്കിൽ ട്രയാങ്കിൾ ഏരിയ എന്തായിരിക്കും? അതിന്റെ പകുതി. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ രണ്ടൊക്കെ ചോദിച്ചിട്ട് വരും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഈക്വൽ മോഡ് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ 2. ഇവിടെ എന്താ ചെയ്യണമെന്ന് നോക്കിയാൽ എ ക്രോസ് ബി ആണല്ലോ മാത്രമേ. ഈ ലാസ്റ്റ് മൂന്നാണ് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എയും ബിയും ചോദിക്കും, ഏരിയ ഓഫ് പാരലോഗ്രാം ചോദിക്കും, ഏരിയ ഓഫ് ട്രയാങ്കിൾ ചോദിക്കും. ഇത്ര ഉള്ള പരിപാടി. നോക്കാം, ഇതിൽ നിങ്ങൾക്ക് വരാവുന്ന 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ 3 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. ബാക്കി നിങ്ങൾക്ക് വെറൈറ്റി ആണെങ്കിൽ ചോദിക്കാം, നോക്കാം മാത്രം. നോക്കൂ, വെക്ടർ എ ഈക്വൽസ് I + 2j - 7k ആണെന്ന് എഴുതാം. വെക്ടർ ബി ഈക്വൽസ് 3I - j + k ആണെന്ന് കരുതാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പ്രതീക്ഷോട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത്, ഫൈൻഡ് ഏരിയ ഓഫ് പാരലലോഗ്രാം. അവർ പറയും ഇഫ് എ ആൻഡ് ബി ആർ ടു, പല വാക്കുകളൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എയും ബിയും തന്നാൽ പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയാ? മോഡ് ഓഫ് എ ക്രോസ് ബി. മൂന്നാമത്തത്, ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് എ ആൻഡ് ബി ആസ് 2 സൈഡ്. എയും ബിയും 2 സൈഡായി വരുന്ന ട്രയാങ്കിളുടെ ഏരിയ കാണാൻ. ഇതൊക്കെ ഒരുപാട് ഒറ്റടിക്ക് കഴിയും. നോക്കൂ, ഒന്നാമത്തെ നമുക്ക് ചെയ്യാം. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആണ്. അത് ആദ്യം മനസ്സിലാക്കണം. n ക്യാപ് ഈക്വൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡ് ഓഫ് എ ക്രോസ് ബി ആണെന്ന്. ശരിക്കും ഇതാണ് വലിയ ക്വസ്റ്റ്യൻ കേട്ടോ, ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഇതാണ്. കാരണം ഇതിൽ നിങ്ങൾ എ ക്രോസ് ബി കാണും, എ ക്രോസ് ബി ഉണ്ടെങ്കിൽ മോഡ് കാണും. ആ മോഡ് ഇതിന്റെ ഏരിയ, അതിന്റെ പകുതി ഇതിന്റെ ഏരിയ. അത് സിമ്പിൾ ആണെന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ ക്രോസ് ബി ആണോ? എ ക്രോസ് ബി ഈക്വൽ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എ ക്രോസ് ബി കാണാം. ഡിറ്റർമിനന്റ് I J K 1 2 -7 3 -1 1 ആണല്ലോ. ഈക്വൽസ് I × 2 - 7 ശരിയാണല്ലോ. -j × ഒഴിവാക്കി 1 + 21 ശരിയാണോ? 1 + 21 plus k into -1 - 6 equals -5I plus minus 22j ശരിയല്ലേ? -7k. ഇതാണ് എ ക്രോസ് ബി. ഇനി മോഡ് എ ക്രോസ് ബി ആണ്. മോഡ് എ ക്രോസ് ബി ഈക്വൽ √25 പ്ലസ് 22 സ്ക്വയർ എത്രയാ? 480 ആണോ? അത് 500 ആണോ? 22 സ്ക്വയർ 484 അല്ലേ? ആണോ? അതെന്നാ 484 പ്ലസ് 49 ഈക്വൽസ് എത്ര കിട്ടത്? 484 എത്ര കിട്ടണേ? 484 പ്ലസ് 25 plus 49 558 അതിനാണോ? നോക്കാം, ഞാൻ റഫായിട്ട് ആയിട്ടാണ്. 558. അപ്പോ കഴിഞ്ഞു. 558 ആണെന്ന് വിചാരിക്കൂ. തെറ്റിന് കണ്ടുപിടിക്കാം കേട്ടോ. therefore n ക്യാപ് എന്താ? എ ക്രോസ് ബി ബൈ മോഡ് എ ക്രോസ് ബി അല്ലേ എന്ന് പറഞ്ഞാൽ -5I
minus 22j minus 7k divided by root 558. ഇതൊന്ന് ഇത്ര മതി. ഇതൊന്ന് തിരിച്ചു വളരെ നല്ലതായി. -5 by ഇയാള് I minus 22 by root 58j. അങ്ങനെ നന്നായി. ഇത്രേ ഉള്ളൂ. 2 ഏരിയ ആരുടെ ഏരിയ ആണ്? പാരലോഗ്രാമിന്റെ ഏരിയ. അതാണ് root 58 558. Unit square parallelogram. Find the area of parallelogram with adjacent side. Vector A equals I minus j plus 3k. Vector B equals 2i minus 7j plus k. 2i minus 7j plus k. അപ്പൊ നമുക്ക് മനസ്സിലായി ഏരിയ ആണ്. ഏരിയ എന്താ? മോഡ് ഓഫ് എ ക്രോസ് ബി ആണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത് ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പോ എ ക്രോസ് ബി കാണണം. എ ക്രോസ് ബി കണ്ട് അതിന്റെ മോഡ് കാണണം. എ ക്രോസ് ബിയും അതിന്റെ മോഡും കണ്ടാൽ യൂണിറ്റ് വെക്ടർ കിട്ടും, ഒക്കെ കിട്ടും. എന്താ പ്രശ്നം? ഡിറ്റർമിനന്റ് ഐ തെറ്റിക്കരുത് കേട്ടോ. ഡിറ്റർമിനന്റ് എക്സ്പെരിമെന്റ് തെറ്റിക്കരുത്. IJK 18213 -7 1 equals I into -1 plus 21 plus എന്ന് വരും. Minus j into 1 minus 6 plus k into -7 plus 2 equals 20i plus 5j എന്നല്ലേ വരിക? minus 5k എന്ന് വരും. minus 5k. ഇതിന്റെ മോഡ് കാണണം. മോഡ് എ ക്രോസ് ബി equals root of 20 square 400 plus 25 plus 25 equals root of 450 അല്ലേ? 450. നമുക്കൊരു കാര്യം ചെയ്യാം. root of 225 into 2 എന്ന് എഴുതാം. equals 15 root 2. 225 റൂട്ട് നിങ്ങൾ ഇങ്ങനെ ജന്മം എഴുതാം, കുഴപ്പമൊന്നുമില്ല. therefore A equals 15 root 2 സ്ക്വയർ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് സ്ക്വയർ. ഇനി നിങ്ങൾക്ക് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ വേണോ? ഇതിനെ എ ക്രോസ് ബിനെ ഇയാൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി പാരഗ്രാമിന്റെ ഏരിയ വേണോ? ഇതിന്റെ പകുതി ഒരു ബൈ 2 ഇട്ടാൽ മതി. ഒരു ബൈ 2. ഇത്രയുള്ള കാര്യമാണ് അതിലുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞോ. അപ്പൊ പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ, ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ, എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാണാം. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. കഴിഞ്ഞോ? അടുത്ത ചാപ്റ്റർ കുറച്ച് വലിപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. 3D ജോമെട്രി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആൻഡ് വെക്ടർ എ മൈനസ് വെക്ടർ ബി. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആൻഡ് വെക്ടർ എ മൈനസ് വെക്ടർ ബി. അപ്പോ നിങ്ങൾ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ അല്ല കണ്ടത്. എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും ഒന്നുമില്ല. എയും ബിയും ആഡ് ചെയ്യുമ്പോൾ ഒരു വെക്ടറായി മാറും. അപ്പൊ 2 വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ വേറെ യൂണിറ്റ് വെക്ടർ, അതിന്റെ ക്രോസ് കാണാൻ മുഴുവൻ ഡിവൈഡ് ചെയ്യാം. വേർ എ ഈക്വൽസ് 3i പ്ലസ് വെക്ടർ എ ഈക്വൽസ് 3i പ്ലസ് 2j പ്ലസ് 2k. വെക്ടർ ബി ഈക്വൽസ് i പ്ലസ് 2j മൈനസ് 2k. i പ്ലസ് 2j മൈനസ് 2k. നമുക്ക് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ അല്ല വേണ്ടത്.
അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ഇക്വേഷൻ എഴുതുക? എ ക്രോസ് ബി ബൈ മോഡ് ഓഫ് എ ക്രോസ് ബി. അപ്പൊ ആർക്കൊക്കെ പെർപെൻഡിക്കുലർ ആണോ അവയുടെ ക്രോസ് ബൈ അതിന്റെ മോഡാണ്. ഇവിടെ നമ്മൾ നമ്മളോട് ചോദിച്ചുള്ളത് എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ്. അപ്പൊ എന്താ വരിക? എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ അതിന്റെ മോഡ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബിയുടെ മോഡ്. ഇത്രയുള്ള കാര്യമുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടെന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മോഡ് ബൈ അതിന്റെ ക്രോസ് ബൈ അതിന്റെ മോഡ്. അപ്പൊ ഇവിടെ എക്കും ബിക്കും എന്താ? എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ. അപ്പൊ എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ബൈ അതിന്റെ മോഡ്. അപ്പൊ നമുക്ക് മനസ്സിലായി എ പ്ലസ് ബി കാണണം. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ബുദ്ധിമുട്ടായിരുന്നല്ല. ഈക്വൽസ് എന്താ? 3i പ്ലസ് ഐ 4i പ്ലസ് 4j പ്ലസ് 0k. അതായത് ഇപ്പൊ വെട്ടിപ്പോയി. എ മൈനസ് ബി കാണണം. എ മൈനസ് ബി ഈക്വൽ 3i മൈനസ് 2i ഇത് പ്ലസ് 0j കുറച്ച് 0i പ്ലസ് 4k. ഇനി നമുക്ക് എന്ത് കാണാം? ഇതിന്റെ ക്രോസ് കാണണം. എ പ്ലസ് ബി ഇത് ടെക്സ്ച്വൽ ആയതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ഈക്വൽസ് ഡിറ്റർമിനന്റ് ഐ ജെ കെ. ആദ്യം എ പ്ലസ് ബിയുടെ കോഎഫിഷ്യന്റ് 4 4 0. ഇനി എ മൈനസ് ബിയുടെ 2 0 4 ഈക്വൽസ് ഐ എടുത്തു 16 മൈനസ് 0 മൈനസ് ജെ എടുത്തു ജെ. അപ്പൊ എന്ത് കിട്ടും? 16 മൈനസ് 0 തന്നെ അല്ലേ? 6 മൈനസ് 0 പ്ലസ് കെ എടുത്തു. അപ്പൊ എന്താ വരിക? 0 മൈനസ് 8 0 മൈനസ് 8 ഈക്വൽസ് 16i മൈനസ് 16j മൈനസ് 8k എന്ന് കിട്ടും. ഇനി അപ്പോ എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ആയി. അതിന്റെ മോഡ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി എന്ന വെക്ടർ ആണ് ഈ എടുക്കുന്നത്. അതിന്റെ മോഡ് ഈക്വൽസ് റൂട്ട് ഓഫ് 16 സ്ക്വയർ 256 അല്ലേ? പ്ലസ് 256 പ്ലസ് 64. അപ്പോ ഇത് 512 64 512 പ്ലസ് ഒരു 64 576 ഈക്വൽസ് റൂട്ട് 576. എത്രയാ? 576ന്റെ റൂട്ട് എത്രയാ? 26 ആണോ? അതൊന്നും അല്ലേ? അതെ 26. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? n ക്യാപ് ഈക്വൽസ് ഈ വെക്ടർ ബൈ 26. ഇത്ര ഉള്ള കാര്യം.